ഗൗതം, ആദ്യം തന്നെ നമുക്ക് ഈ ഇവരുടെയൊക്കെ നമ്മുടെ ചങ്കിടിപ്പിനേക്കാൾ ഏറെ മുന്നണികൾക്ക് ഇങ്ങനെ ചങ്കിടിപ്പ് ഏറുന്ന മണിക്കൂറുകളാണ്, നിമിഷങ്ങളാണ്. ഉറപ്പായിട്ടും ഉറക്കമില്ലാത്ത രാത്രിയും സ്വസ്ഥതയില്ലാത്ത പകലുമാണ്. അതെ അതെ, തീർച്ചയായും. നമ്മൾ വോട്ട് രേഖപ്പെടുത്തി, അതിനുശേഷം നമ്മൾ കൂളാണ്. പക്ഷെ എങ്കിലും ഫലം നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയ ആള് തന്നെയാണോ ജയിക്കുന്നത് എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാം സ്വാധീനിക്കുന്ന ദിവസം തന്നെയാണ് മെയ് 4 എല്ലാ മലയാളികളെയും. അതെ. ഇപ്പോൾ സംസ്ഥാനത്തെ മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ. 2 ദിവസമായി പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ മുന്നണികൾക്ക് ആശങ്ക. കൂട്ടലും കിഴിക്കലും പാളിയെന്ന ആശങ്കയിൽ പ്രതികരണം ക്യാപ്സൂളുകളിൽ ഒതുക്കി ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സസ്പെൻസുകളിലാണ് കേരള രാഷ്ട്രീയം. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു തൂക്ക് സഭ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ വളരെ വലിയ ആശങ്കയിലാണ്. മുഖ്യമന്ത്രിക്ക് കസേരയിട്ട കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോഴേ പുനഃസ്ഥാപിച്ച LDF വല്ലാത്തൊരു ആശങ്കയിലാണ്, നെഞ്ചെടുപ്പിലാണ്. പക്ഷേ ഇതിലെല്ലാം ഞാൻ കാണുന്നത് എക്സിറ്റ് പോളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് BJP ആണെന്ന് തോന്നുന്നു. എങ്ങനെ നോക്കിക്കാണാം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? അശ്വതി, ഗൗതം, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചങ്കിടിപ്പ് കൂട്ടിയുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന കാത്തിരിപ്പ് ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാണ് 2026 കേരളം ഭരിക്കാൻ പോകുന്നത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്താണ് എന്നറിയിക്കാൻ ഇനി 2 രാപ്പകലുകൾ മാത്രമാണ് ദൂരമുള്ളത്. 4-ാം തീയതി പുലർന്ന് ഏകദേശം 7 മണിയോടുകൂടി അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഏകദേശം 10-11 മണിയോടുകൂടി നമുക്ക് ഔദ്യോഗികമായി കേരളത്തിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ കേരളം എന്താണ് കഴിഞ്ഞ 1 വർഷം അല്ലെങ്കിൽ 5 വർഷം ഭരണത്തിൽ വിലയിരുത്തി കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരുടെ കണക്കുകൂട്ടലുകളും കിഴിക്കലും ഒക്കെ നടത്തി ജെൻസി കുട്ടികളടക്കമുള്ളവർ നിർണായക വിധി എഴുതിയ കേരളത്തിൻ്റെ ഭാവി എന്താണെന്ന് അറിയാനായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിട്ടുള്ളത്. ഏകദേശം 8ഓളം എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ വന്നു, കേരളത്തിലെ വിധിയെഴുത്തുമായി ബന്ധപ്പെട്ട് വന്നു. അതിലൊക്കെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചങ്കിടിപ്പ് മുന്നണികളുടെ കൂടിയിരിക്കുകയാണ്. കാരണം പല കൂട്ടലുകളുണ്ടായിരുന്നു, കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പിഴച്ചോ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ പല മുന്നണിക്കിടയിലും ചർച്ചകളായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൂട്ടലും കിഴിക്കലുമൊക്കെയായി അവലോകന യോഗങ്ങൾ മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും ബൂത്ത് തലത്തിലും ഒക്കെ നടന്നതാണ്, സംസ്ഥാന തലത്തിലും നടന്നതാണ്. CPM-ൻ്റെയും BJP-യുടെയും കൂടാതെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ. പക്ഷേ എവിടെയൊക്കെ പാളി എന്നൊരു ആശങ്ക ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ചില വാർത്തകളൊക്കെ വന്നിരുന്നു. തുടർഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ പന്തലടക്കം ഇടാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതായിട്ടുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു ഇടത് സർക്കാർ. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ തന്നെ UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തുടങ്ങിയ കല്ലുകടി ഇപ്പോഴും തുടരുകയാണ്. ഒരു പക്ഷേ ഭരണം കിട്ടുകയാണെങ്കിൽ, ഭരണവിരുദ്ധ വികാരം ഉണ്ടായി കേരളത്തിൽ ഭരണം UDF-നൊപ്പമാണ് എങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നു. KC വേണുഗോപാൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രമേശ് ചെന്നിത്തല. അതുമല്ല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമെന്നുള്ള പ്രചരണത്തിൽ ഒരു കൂട്ടം അണികൾ ഒരു ഭാഗത്ത് ചർച്ചകൾ നടത്തുന്നു. അവിടെയൊക്കെ ഒരു പക്ഷേ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്നത്, ആത്മവിശ്വാസം പങ്കുവെക്കുന്നതും BJP-യുടെ ക്യാമ്പുകൾ, NDA ക്യാമ്പുകളാണ് എന്നുള്ളതാണ്. 8ഓളം വരുന്ന സർവേകളിൽ മിക്കയിടത്തും പ്രവചിച്ചിട്ടുള്ളത് 3 മുതൽ 15ഉം 17ഉം സീറ്റുകൾ BJP-ക്ക് കേരളത്തിൽ പിടിക്കാനാകുമെന്നുള്ളതാണ്. BJP A ക്ലാസ് മണ്ഡലങ്ങളായി കരുതിയ മണ്ഡലങ്ങൾക്കപ്പുറം ചില സീറ്റുകളും BJP-ക്കൊപ്പം ഇത്തവണ കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് പറയപ്പെടുന്നതിൽ. ടുഡേ ചാണക്യമൊക്കെ പറയുന്നത് BJP 7 മുതൽ 13 സീറ്റ് വരെ കേരളത്തിൽ പിടിക്കുമെന്നുള്ളതാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിലും ഏകദേശം 3 സീറ്റുകൾ തിരുവനന്തപുരം ഉൾപ്പെടെ, തിരുവനന്തപുരത്തെ നിർണായകമായിട്ടുള്ള നിയമം ഉൾപ്പെടെയുള്ള 3ഓളം സീറ്റുകൾ BJP-യുടെ അക്കൗണ്ടിലേക്ക് തിരികെ എത്തും എന്നുള്ളതാണ് അവർ പ്രവചിക്കുകയും ചെയ്യുന്നത്. പീപ്പിൾസ് പൾസിലാണെങ്കിലും 3 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. കൂടാതെ തന്നെ JVC-യുടെ സർവേയിൽ 3 മുതൽ 7 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ വന്ന സർവേ ആണെങ്കിലും അങ്ങനെ വലിയ പ്രതീക്ഷ നൽകുന്നത് NDA സംബന്ധിച്ചിടത്തോളമാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു, ഓരോ പ്രവർത്തകർക്കിടയിലേക്കും ഇറങ്ങി പ്രവർത്തിച്ചു, ഓരോ വീടുകളിലേക്കും അവർ എത്തി. അതിൻ്റെയൊക്കെ ഫലം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടാവും. മാറാത്തത് മാറും എന്നുള്ള ടാഗ് ലൈൻ അത് മാറ്റി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഒരു പക്ഷേ പ്രവചനം വന്നതിന് ശേഷം പറയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെയുള്ള നഗരസഭയിൽ കൈപ്പിടിയിൽ ഒതുക്കിയ ആത്മവിശ്വാസം കൂടി NDA-യുടെ ക്യാമ്പുകൾക്കുണ്ട്. എന്തായാലും ഇനി
2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് കേരളത്തിൻ്റെ പെട്ടിയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ 2026 തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്തായാലും സ്ഥാനാർത്ഥികൾക്ക് ചങ്കിടിപ്പ് എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ വർദ്ധിച്ചിട്ടുണ്ട്. മുന്നണികൾക്ക് ചങ്കിടിപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചിത്രം മാറാൻ പോകുന്ന ആ നിർണായക വിധി അറിയാൻ മാധ്യമപ്രവർത്തകരായ നമുക്കൊക്കെ ആകാംക്ഷ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിധിയെഴുത്തിന് കാത്തിരിക്കുകയാണ്. മുന്നണികളൊക്കെ തന്നെ ഈ ഒരു സർവേ ഫലം വന്നതോടുകൂടി നെട്ടോട്ടം ഓടുകയാണ് ഈ 2 ദിവസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും